ഹലോ, എല്ലാവർക്കും ശിവസ്മി ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മൂന്നാർ യാത്രയുടെ ഭാഗമായിട്ടേ മറയൂർ പകുതി വെച്ചിട്ട് നമ്മുടെ യാത്രാ വീഡിയോ നിർത്തിച്ചിരുന്നു. അതെന്താ വെച്ചാലേ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. വല്ലാണ്ട് വലിയ ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾ കാണില്ല എന്നൊരു തോന്നൽ. കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ കാണാത്തവർക്കുണ്ടെങ്കിൽ പോയി കാണാം. നല്ല അടിപൊളി വീഡിയോ ആണ്. ഞാനിത് പറയാൻ കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് മറയൂർ റൂട്ടാണ്. നല്ല ദൃശ്യഭംഗി ആരെടുത്താലും. അപ്പോൾ ഇത് മറയൂർ എത്തുന്നതിന് മുമ്പ് ടീ ഫാക്ടറി ഭാഗമാണ് കേട്ടോ. ഫാക്ടറിയുടെ സൈഡിൽ നല്ല ഗാർഡനൊക്കെ വെച്ചിട്ട് നല്ല ടീ ഫാക്ടറിയിൽ നിന്ന് ചെടികൾ കൊണ്ട് എഴുതിയത് കണ്ട. അപ്പോൾ ഈ ഒരു ഭാഗം മറയൂർ റൂട്ട് പോകുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു ഭാഗം കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ വണ്ടി നിർത്തിയിടും. പിന്നെ ഈ വീഡിയോ ഒരു 9 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ. ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഭാഗങ്ങളെ മറയൂർ എത്തുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ ദൃശ്യഭംഗിയുള്ള ചെറിയ വീഡിയോ കാണാൻ നമ്മുടെ കോളേജിൽ നിങ്ങൾ കയറി പോരാട്ടാ. ഈ വീഡിയോയിൽ നമ്മുടെ കോളേജിന് കാണിക്കുന്നില്ല, കോളേജിലെ യാത്രയിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യല്ല. അപ്പോൾ പോകുന്നത് മറയൂർ റൂട്ട്. നിങ്ങൾ ഈ ഭാഗം നോക്കിയേ, സൈഡിലെ അലച്ചെടികളൊക്കെ പിടിപ്പിച്ച് റോഡിൻ്റെ അരികെ പിടിപ്പിച്ച് കണ്ട. ഈ റൂട്ടിലെ പ്രത്യേക ഭംഗിയുള്ള ഭാഗമാണ് ഈ വഴി. ഈ ഭാഗം നമ്മുടെ സ്വിറ്റ്സർലൻഡ് പോലെ ഇല്ലേ, പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാലല്ല, അതെ ഇവിടെയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ സൗന്ദര്യത്തെ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരൊക്കെ വളരെ കുറവല്ല. ഞാൻ അപൂർവം കുറച്ച് ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ മനസ്സ്. യാത്ര ഇഷ്ടപ്പെടുന്നവരൊക്കെ ശിവസ്മൻ ചാനലിനൊപ്പം കൂടിക്കോളൂ. നല്ല യാത്രാ ദൃശ്യങ്ങൾ ശിവസ്മൻ ചാനൽ നിങ്ങളിലെത്തിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ 96 പേരുണ്ട്. എന്നാലും ഈ 96 പേരോട് നമുക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ 96 പേരിൽ ഞാൻ അറിഞ്ഞ് ചെയ്തത് കുറച്ച് പേരുള്ളൂ. അത് ഞാൻ അവരെ നിർബന്ധിച്ചിട്ടല്ല, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ആരും അങ്ങനെ നിർബന്ധിക്കില്ല എന്ന് പറയായിരുന്നു. അപ്പോൾ ഈ കുറച്ച് പേര് കൂടാണ്ട് പിന്നീട് സബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരാരാന്ന് എനിക്കറിയില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്തവരോട് പ്രത്യേക താങ്ക്സ്. ഇനി ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരോട് ഒരു താങ്ക്സും ഹായും വേറെ കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലേ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിച്ചോളൂ കേട്ടോ. നമുക്കൊന്ന് പരിചയപ്പെടാലോ. ഓരോ സബ്സ്ക്രൈബറും കൂടുമ്പോഴും നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാലേ നമുക്ക് ഓരോ സുഹൃത്തുക്കളാണ് അപ്പോൾ കിട്ടുന്നത്, ആ ഒരു സന്തോഷം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ കൂടുതൽ താല്പര്യം. ഇതിപ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോട് നമ്മുടെ സബ്സ്ക്രൈബർ വിളിച്ചു. നമ്മളറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴേ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഓരോ വീഡിയോയും വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ആ വീഡിയോകൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അറിയിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. നമുക്കേ ഒരു പാട്ടൊക്കെ പാടി പോയാലോ? കാറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ വഴിക്ക് പോകുമ്പോഴേ നമുക്കൊരു മൂളിപ്പാട്ട് പാടാൻ തോന്നും. അപ്പോൾ അതേ കേട്ടോ ഒരൊറ്റ വരി. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്ന് കഥ ചൊല്ലണ്, എൻ്റെ കാട്ടു ചോലക്കിളിയേ. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ ചിരിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പാടാ, അതന്നെ. ഈ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ പാട്ടുകളാണ് നമുക്ക് ഓർമ്മ വരാം. അതാ പാടിയേട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളും പാട്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് പോകണല്ലേ. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു വിശേഷം, ഇപ്പോൾ കണ്ടത് ചെക്ക് പോസ്റ്റാണ്. ഈ സ്ഥലം ചട്ടമൂന്നാർ എന്ന് പറയും. ചട്ടമൂന്നാറിൻ്റെ രസകരമായ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടുത്തെ താമസ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഒരു വഴി പോകണണ്ട, അതിലാണ് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണിച്ചു തരാം ഞാൻ. അതായത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഈ വഴി താമസിച്ചത്. അപ്പോൾ നല്ല ലൊക്കേഷനുകളാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ പുതുതായിട്ട് വരാനിരിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരൊക്കെ അറിയാം, ഈ വഴിയൊക്കെ ക്ലിയറാണ്. ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പണികൾ നടക്കുന്നില്ല. ഈ റൂട്ട് ക്ലിയറാണ്, സമാധാനമായിട്ട് പോയിട്ട് വരാം കേട്ടോ.
ചട്ടമൂന്നാർ അങ്ങോട്ട് വിട്ടാൽ പിന്നെ ഇന്നെ കുറച്ച് ഭാഗമുള്ളൂ തേയിലത്തോട്ടം. പിന്നെ ഈ ഭാഗത്ത് 1-2 വെള്ളച്ചാട്ടം കൊണ്ട് കേട്ടോ, അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ചട്ടമൂന്നാർ താമസിച്ചപ്പോഴേ അതിൻ്റെ ശബ്ദമൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞാലേ നമുക്ക് മറയൂരിലെ ചന്ദനക്കാടുകളായിട്ടാണ്. ഇപ്പം ഈ ചന്ദനക്കാടും മറയൂർ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് വിലായത്ത് പുതു സിനിമയാണ് നമുക്ക് ഓർമ്മ വരാം. ഞങ്ങൾ ഈ വന്ന ടൈമും റിലീസായ ടൈമും ഒരു നേരത്താണ്. സിനിമ കാണാൻ പോയ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ സിനിമേനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. സിനിമ എനിക്കിഷ്ടമായി. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഹൈ റേഞ്ച് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറയൂരിൻ്റെ നല്ല നല്ല ദൃശ്യങ്ങൾ ആ സിനിമയിലുണ്ട് കേട്ടോ. സിനിമയുടെ മെയിൻ വിഷയമായ ചന്ദന മരങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളീ പോണ ഭാഗങ്ങളൊക്കെ സിനിമയിൽ കാണിച്ചിട്ടായിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ എത്ര വിലയുള്ള സംഭവങ്ങൾക്കിടയിലാണ് നമ്മൾ പോകണമെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഒരു കഷ്ണം മുറിച്ചിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോയാലോ? ഞാൻ വെറുതെ പറഞ്ഞിട്ടാ. അപ്പം ചന്ദനം മണക്കുന്ന ചന്ദനക്കാട്ടി കൂടിയാണ് നമ്മൾ പോകണത്. പക്ഷെ ചൂരൊന്നും വരുന്നില്ല. അഞ്ചേ നാട്ട് കള്ള എന്നാശക്കള്ള വിലായത്ത് പുതല പാട്ടാണ് കേട്ടാ. ഓർമ്മ വന്നു പാടി. ഇതൊക്കെ മേലെ ഏറുമാടം കണ്ട നിങ്ങൾ? ഭയങ്കര രസമായിരിക്കില്ല അതിൽ മേലെ കയറിയിരിക്കാൻ. ഞാൻ അതൊക്കെ കയറിയിട്ടില്ല. ഏതെങ്കിലും ആദിവാസിനെ പരിചയപ്പെട്ടിട്ട് വേണം ഒന്ന് കയറാൻ. നമ്മുടെ സംസ്ഥാനം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണില്ല. അപ്പോൾ എന്നാൽ പിന്നെ സ്കിപ്പ് ചെയ്യേണ്ടത് നമ്മളിപ്പം കൂടിക്കോളാം. പുതിയ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വാ, നമുക്ക് സുഹൃത്തുക്കളാവാം. യാത്രയൊക്കെ നമുക്ക് ആസ്വദിച്ചിട്ട് ഇവിടുത്തെ വർത്താനവും പുറത്തുള്ള വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും പറയും, പിന്നെ നമ്മൾ പുറമെന്നുള്ള വിശേഷങ്ങളും പറയും, വീട്ടു വിശേഷങ്ങളൊക്കെ പറയും. തമാശയ്ക്ക് കുറേ ആൾക്കാരെ കുറ്റം പറഞ്ഞ് പോവും. അങ്ങനെ കുറേ കോമഡികളായിട്ട് പോവുക. അപ്പോൾ യാത്രയ്ക്ക് ഒരു ആസ്വാദനം കൂടും. പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലേ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് വിപിൻ, തൃശ്ശൂരാണ് വീട്. ഞാൻ ഈ വീഡിയോയിൽ എന്നെ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോകളൊക്കെ ഞാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ വീഡിയോയ്ക്ക് വോയിസ് കുറവുണ്ടോ? അത് നിങ്ങൾ എന്തായാലും ഒന്ന് പറയണ്ട. അങ്ങനെയാണെങ്കിലേ മൈക്ക് മേടിക്കാനാ. അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിച്ച് വയ്ക്കാമല്ലേ. എൻ്റെ മൊബൈൽ അത്യാവശ്യം സൗണ്ട് ഉണ്ട്. അങ്ങനെ പിന്നെ നിങ്ങളുടെ മൊബൈൽ എങ്ങനെയെന്ന് പറയും. പിന്നെ നമ്മൾ വെറുതെ കാശ് ചിലവാക്കണ്ടല്ലോ. ഞാനത് ഉപയോഗിക്കണമെന്ന് വെച്ചു. പിന്നെ അത് മേടിച്ചാൽ പിന്നെ അത് ചാർജ് ചെയ്യാൻ നിൽക്കണം, കുത്താൻ നിൽക്കണം. ഇതിപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമ്മൾ പോകുന്ന സമയം ഇപ്പോൾ ഏകദേശം 1:30 കാണും. അപ്പോൾ വിശന്ന് തുടങ്ങി. കാലത്ത് കഴിച്ചതേ ഇഡ്ഡലി കഴിച്ചാലേ വിശപ്പ് കൂടുന്നതാണ് എൻ്റെ ഒരു അനുഭവം. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ ഇപ്പോൾ നോക്കി നടക്കാട്ടാ. ദേ ഒരു ഹോട്ടൽ. പക്ഷേ എനിക്ക് മാത്രമേ വിശക്കണുള്ളൂ, വീട്ടുകാർക്ക് വിശക്കണില്ല. അവർ പറഞ്ഞ് കുറച്ചും കൂടി കഴിയട്ടെ. നമ്മളിങ്ങനെ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ഓരോ ഹോട്ടലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാനത് അവരോട് പറഞ്ഞു. എന്തായാലും ഞാനേ ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുള്ള കാരണേ എനിക്കിവിടുത്തെ ഹോട്ടലിൽ എവിടെയൊക്കെ ഹോട്ടലുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ പുതുതായിട്ട് ഈ വഴിക്ക് വരുന്നവർക്ക് മറയൂർ എത്തുന്നതിന് മുമ്പേ നല്ല പാർക്കിംഗ് ഏരിയ ആയിട്ട് നല്ല ഒറ്റപ്പെട്ട ഹോട്ടലുകളുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ മറയൂർ ടൗൺ എത്താറായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്നാർ പോവാം, പിന്നെ കാന്തല്ലൂർ. ഞങ്ങളപ്പോൾ കാന്തല്ലൂർ പോകാമെന്ന് വെച്ചു. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാണ്. ചിന്നാർ വന്യജീവി സങ്കേതവും കാന്തല്ലൂർ കൃഷിത്തോട്ടങ്ങളും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ മറയൂർ ടൗൺ എത്തി. നമ്മുടെ മറയൂർ ചിത്രങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കാന്തല്ലൂർ വീഡിയോ ആണ് നമ്മുടെ അടുത്തത് കാണാൻ പോകുന്നത്. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിർബന്ധിക്കില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ് ചെയ്യുന്ന കാര്യം. നമ്മളെ സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ടിട്ട് അങ്ങനെ പറയരുത്. കാന്തല്ലൂർ വെച്ച് കാണാം.